ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് 3ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ ആക്ടിവിറ്റിയുമായിട്ടാണ്. ആക്ടിവിറ്റി 9. അവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പിക്ചറിനെ ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറയുന്നത്. ആ പിക്ചറിൽ എന്തൊക്കെയാണുള്ളത്? ഒരു ഗേൾ ഉണ്ട്, പിന്നെയോ ഗേളിൻ്റെ ബാക്കിലായിട്ടൊരു ഡോഗ് ഉണ്ട്, പിന്നെ ഒരു ക്യാറ്റ് ഉണ്ട്. അതേപോലെ തന്നെ ആ ഗേളിൻ്റെ മദർ കുക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ ഒരു വലിയ ട്രീ ഉണ്ട്. ട്രീയിൽ എന്ത് ഹാങ് ചെയ്യുന്നുണ്ട്? ഒരു ക്രാഡിൽ തൊട്ടിൽ അല്ലേ. പിന്നെ 2 ബേർഡ്സ് ഉണ്ട് അല്ലേ, 2 പക്ഷികളുണ്ട്. പിന്നെ അകലെയായിട്ട് ഒരു ടെൻ്റ് ഉണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? നമുക്ക് ഓരോന്നും എങ്ങനെയാണെന്ന് എഴുതാം. ഓക്കെ. A lady is cooking food. A girl is next to her. എന്താണ്? ഒരു ലേഡി ഫുഡ് കുക്ക് ചെയ്യുന്നുണ്ട്. അവളുടെ അടുത്തായി ഒരു ഗേൾ ഉണ്ട്, ഒരു പെൺകുട്ടിയുണ്ട്. വെയിറ്റിംഗ് ഫോർ ഫുഡ്. എന്തിനു വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്? ഫുഡിന് വേണ്ടി. എ കാറ്റ് ഈസ് ദർ ബിഹൈൻഡ് ദ ലേഡി. ആ ലേഡിയുടെ അടുത്ത് എന്തുണ്ട്? ഒരു കാറ്റ് ഉണ്ട്. എ ഡോഗ് ഈസ് വാച്ചിങ്. കൂടാതെ ഒരു ഡോഗ് ഉണ്ട്, അത് വാച്ച് ചെയ്യുന്നുണ്ട്. പിന്നെയോ ദർ ഈസ് എ ബിഗ് ട്രീ. അവിടെ ഒരു വലിയ മരമുണ്ട്. പിന്നെ എന്താ പറയുന്നത്? എ ക്രാഡിൽ ഈസ് ഹാങ്ങിങ് ഓൺ എ ബ്രാഞ്ച്. ആ മരച്ചില്ലയിൽ ഒരു തൊട്ടിലാടുന്നുണ്ട്. പിന്നെയോ എ ബേബി സ്ലീപ്പിംഗ് ഇൻ ഇറ്റ്. അല്ലേ, അതിലെന്തായാലും ഒരു കുട്ടി ഉറങ്ങുന്നുണ്ടാവും. ദർ ഈസ് എ സ്മോൾ ടെൻറ്റ്. വേറെ എന്താണുള്ളത്? അവിടെ ഒരു ചെറിയ ടെൻ്റ് ഉണ്ട് അല്ലേ. ദ ഫാമിലി ലിവ്സ് ഇൻ ദാറ്റ് ടെൻറ്റ്. ആ ടെൻറ്റിലായിരിക്കും ആ ഫാമിലി താമസിക്കുന്നത്. 2 birds are flying in the sky. 2 പക്ഷികൾ ആകാശത്തൂടെ പറക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ആ പിക്ചറിൽ ഉള്ളത്. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഥവാ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്